മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിനെതിരെ രാഷ്ട്രീയ മത സമുദായ സംഘടനകൾ യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യച്ചങ്ങല തീർക്കും. ഇന്ന് വൈകിട്ട് 3:30 ആയിരങ്ങൾ അണിനിരക്കുന്ന മനുഷ്യച്ചങ്ങല. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വം നൽകും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ SNDPയുടെ നേതൃത്വത്തിൽ ഇന്ന് മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. പ്രതിഷേധ ജ്വാല ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെയാണ്. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ ഇതിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, വഖഫ് ബോർഡ് അധിനിവേശത്തിന്റെ ഇരകളായി മാറിയ മുനമ്പം ചെറായി തീരദേശ മേഖലയിലെ 600ഓളം കുടുംബങ്ങളുടെ അവരുടെ ചെറുത്തുനിൽപ്പിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ SNDP യോഗം മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3:30 ഈ മനുഷ്യച്ചങ്ങല പരിപാടി നടക്കും. തുഷാർ വെള്ളാപ്പള്ളി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. SNDP യോഗം വൈപ്പിൻ യൂണിയന്റെയും വിവിധ ശാഖകളുടെയും നേതൃത്വത്തിലാണ് ഈ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെയുള്ള തീരദേശ മേഖലയിൽ ഏകദേശം 5000ഓളം പേർ പരിപാടിയിൽ അണിനിരക്കുമെന്നാണ് സംഘാടകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പരിപാടിക്ക് ശേഷം ചെറായി ഭുവനേശ്വരി ക്ഷേത്ര മൈതാനിയിൽ ഒരു പൊതുസമ്മേളനം വെച്ചിട്ടുണ്ട്. ആ പരിപാടിയുടെ ഉദ്ഘാടനം തുഷാർ വെള്ളാപ്പള്ളിയാണ് നടത്തുന്നത്. എന്തായാലും ഈ സാമുദായിക സംഘടനകൾ അടക്കം മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 13 മുനമ്പത്തെ തീരദേശ ജനത പള്ളിയിൽ ഒരു നിരാഹാര റിലേ സമരം ആരംഭിച്ചത്. ഏകദേശം 33 ദിവസം പിന്നിടുമ്പോഴും കാര്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ മാത്രമാണ് ആദ്യഘട്ടം മുതൽ ഇവർക്ക് പിന്തുണയുമായിട്ട് രംഗത്തുള്ളത്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ചില വിവിധ ഇടവകകൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരക്കാരെ സന്ദർശിക്കാറുമുണ്ട്. എന്തായാലും നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ 22-ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം തീരുമാനം എടുക്കാമെന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേവലം കണ്ണിൽ പൊടിയിടുക എന്നതിന്റെ ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രി സമരക്കാരുമായിട്ട് ചർച്ച നടത്തിയത്. കാര്യമായിട്ടുള്ള ഫലം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. എന്തായാലും ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കിടപ്പുണ്ട്. അടുത്തയാഴ്ച ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിയമപരമായിട്ടും പ്രത്യക്ഷ സമരത്തിലൂടെയും ഈ വിഷയത്തെ വലിയ രീതിയിൽ സമരത്തിലൂടെ അതിനെതിരെ ചെറുത്തുനിൽപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മുനമ്പത്തെ തീരദേശ ജനത. എന്തായാലും ഏകദേശം 610 കുടുംബങ്ങളാണ് ഈ വഖഫ് അധിനിവേശത്തെ തുടർന്ന് കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. 405 ഏക്കറോളം ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ച ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ കിടപ്പാടം നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ 610 കുടുംബങ്ങളും എത്തിയത്. എന്തായാലും SNDP യോഗം നേതൃത്വം നൽകുന്ന വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിലാണ് നിലവിൽ മനുഷ്യച്ചങ്ങല വൈകുന്നേരം 3:30 നടക്കുന്നത്. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നിഖിൽ. ശരി രേഷ്മ, മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിനെതിരെ രാഷ്ട്രീയ മത സമുദായ സംഘടനകൾ യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യച്ചങ്ങല ഇന്ന് ഉച്ചയ്ക്ക് 3:30 തീർക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു.